ഇതാ കിട്ടിപ്പോയി ഒരു മാറാല തട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മുന്നൊരു ഹാങ്ങിങ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാ കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അതിൽ നിന്ന് ചീന്തിയെടുത്ത് ഏതാനും ഏടുകൾ മാത്രമാണിത്. അപ്പോൾ ഈ കുറച്ച് കഷ്ണങ്ങൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയുടെ അടപ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളൊരു കുഞ്ഞ് ബ്രഷ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റിക്കിന് പകരം ഞാനിതാ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. പഴയതാണ്, കളറൊക്കെ പോയ ഒരു സ്കെച്ച് പെൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഒരു ഓട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എളുപ്പമാണ് കാര്യങ്ങൾ. ഇതിൻ്റെ അടിയിൽ ഇതാ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രഷസ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഉള്ളിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക, അത്രേ വേണ്ടൂ. നമ്മുടെ കുഞ്ഞ് ടേബിളൊക്കെ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇടയ്ക്കൊക്കെ പൊടിയൊക്കെ വരുമ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെട്ടി മുറിച്ചിടൊക്കെയാണെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കുട്ടി ബ്രഷ്. കുട്ടി മാത്രമല്ല, ക്യൂട്ടായിട്ടുള്ളൊരു ബ്രഷും കൂടിയാണ്. നമ്മൾ ചകിരിനാര് ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊക്കെ ബ്രഷൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് കുറച്ചും കൂടി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ അത്രയ്ക്കൊന്നും വരില്ല, എന്തായാലും ബ്രഷിൻ്റെ പീസ് തന്നെയാണല്ലോ. അപ്പോൾ അതാ നമ്മൾ ഒതുക്കി എടുത്തിട്ട് ഒന്ന് വെട്ടിയിട്ട് ഒരുപ്പാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ആ ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പെയിൻ്റൊക്കെ ഇതാ തണ്ടിൻ്റെ മൂടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ആവില്ല. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്നവരായാലും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതൊക്കെയാണെങ്കിലും നമ്മുടെ ടേബിൾ എപ്പോഴും മെസ്സി ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടാനായിട്ട് ഈ ബ്രഷ് നല്ല യൂസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു യെല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.